ഈ സിനിമാ മേഖല എന്നത് തർക്കങ്ങൾ ഒഴിഞ്ഞുള്ള കാലം അത് വളരെ വിരളമാണ്. നമുക്കറിയാം, എന്നും സിനിമാ മേഖലയിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ താരങ്ങൾ തമ്മിലാകാം, നിർമ്മാതാക്കളും താരങ്ങളും തമ്മിലാകാം, സംവിധായകരും താരങ്ങളും തമ്മിലാകാം. അതിൻ്റെയൊക്കെ ഒരു വ്യാപ്തി പലപ്പോഴും വളരെ വലുതായിരുന്നാലും സംഘടനകൾ രൂപീകരിക്കപ്പെട്ട കാലം മുതൽ അടുത്ത കാലത്താണ് ഈ സംഘടനകൾ സിനിമാ മേഖലയിൽ രൂപീകരിക്കപ്പെടുകയും സിനിമയിൽ അഭിനയിക്കുന്നതിനും നിർമ്മാണത്തിനും അതിൻ്റെ വിതരണത്തിനും മറ്റും ചില വ്യവസ്ഥകൾ ഉണ്ടാവുകയും താരങ്ങളെ നിയന്ത്രിക്കാൻ നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും മറ്റും സംഘടനകൾ ശ്രമിക്കുകയുമൊക്കെ ചെയ്തത്. ആ കാലം മുതൽ തന്നെ നമുക്കറിയാം, പലതരത്തിലുള്ള നടന്മാർക്കുള്ള വിലക്കുകൾ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വിലക്കിൽ ഏർപ്പെട്ട നടന്മാർ അല്ലെങ്കിൽ ഈ സംഘടനകൾ വിലക്കിയ നടന്മാർ സമാന്തരമായി സിനിമയിൽ അഭിനയിച്ച പശ്ചാത്തലം, പലരും മാറി നിൽക്കേണ്ടി വന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മലയാള സിനിമാ മേഖലയിൽ നിന്നും കേട്ടറിഞ്ഞതാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന തർക്കങ്ങളിലൊന്ന് ജി സുരേഷ് കുമാറും ആൻ്റണി പെരുമ്പാവൂരുമായാണ്. നമുക്കറിയാം, നിർമ്മാതാക്കൾ ഈ താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട് അവരുടെ പരാതികൾ അത് കുറയ്ക്കണം എന്നാവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. കോവിഡിന് മുൻപ് മുതൽ തന്നെ ഈ ആവശ്യം ശക്തമായി തന്നെ സിനിമാ നിർമ്മാണത്തിൻ്റെ ചെലവ് ക്രമാതീതമായി ഉയരുന്നു. 80% പണം, അതായത് നിർമ്മാതാക്കൾ മുടക്കുന്ന സിനിമാ നിർമ്മാണത്തിനായി മുടക്കുന്ന തുകയുടെ 80% താരങ്ങളുടെ ടെക്നീഷ്യൻസിൻ്റെ പ്രതിഫലമാണ് എന്നുള്ള വാദം അത് വളരെ കൃത്യമായി തന്നെ പലപ്പോഴും നിർമ്മാതാക്കൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അന്നൊക്കെ സംഘടന അമ്മയുമായി ചർച്ചകൾ നടത്തുകയും അതിനനുസരിച്ച് ചില മാറ്റങ്ങൾ വരുത്താം എന്നുള്ള ചില നിലപാടുകൾ എത്തുകയും മറ്റും ചെയ്തിരുന്നു. പക്ഷേ അതൊന്നും പ്രാവർത്തികമായില്ല എന്ന് നമുക്കറിയാം. അതിനുശേഷമാണ് കോവിഡ് കടന്നു വരികയും പിന്നീട് OTT എന്ന വലിയ ഒരു വ്യവസായ മാർഗം സിനിമാ മേഖലയ്ക്ക് തുറന്നു കിട്ടുകയും മറ്റും ചെയ്തത്. അതിനുശേഷം OTT വാല്യൂ ഉള്ള നടന്മാർക്ക് ആ പ്രതിഫലം കൊടുത്താൽ മാത്രമേ അവർ സിനിമയിൽ അഭിനയിക്കൂ എന്നുള്ള രീതിയിൽ കാര്യങ്ങളെത്തി. അതിനെ തുടർന്ന് കുറേ കാലങ്ങളായി ഈ തർക്കം അങ്ങോട്ട് ഇല്ലാതിരുന്ന പശ്ചാത്തലമായിരുന്നു. താരങ്ങൾ പറയുന്ന പ്രതിഫലം നൽകി അവരെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ നിർമ്മാതാക്കൾ മത്സരിച്ചു. പ്രതിഫലം മാത്രമല്ല, അവർക്കുള്ള സൗകര്യങ്ങൾ, അതായത് കാരവാനിലും മറ്റും അവരുടെ കാരവാനുകൾ ഉണ്ടാകും, അതിനുള്ള ചിലവ് നിർമ്മാതാവ് വഹിക്കണം. ഒപ്പം അവർക്കൊപ്പം കുറേ സിൽബന്ദികൾ ഉണ്ടാകും, 5 6 7 അസിസ്റ്റൻറ്റുമാരുണ്ടാകും, അവരുടെ ചിലവ് നിർമ്മാതാവ് വഹിക്കണം. ഏറ്റവും ഒടുവിൽ വന്ന ഒരു വിവാദമെന്ന് പറയുന്നത്, ഒരു നടൻ, മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ അടുത്ത കാലത്തായി ചില സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച് സൂപ്പർ താര പദവിയിലേക്ക് എത്തുന്നു എന്ന് പറയുന്ന ഒരു നടൻ ഹെലികോപ്റ്ററിലാണ് തിരുവനന്തപുരത്ത് ഒരു സിനിമയുടെ പ്രമോഷന് വന്നത് എന്നതുകൂടി ചേർത്ത് വായിക്കണം. ആ സിനിമ 8 നിലയിൽ പൊട്ടി എന്ന കാര്യവും പ്രേക്ഷകർ ഓർക്കണം. അങ്ങനെ നിർമ്മാതാക്കൾക്ക് ഒരുപാട് സങ്കടങ്ങൾ അവർ പല കാലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ OTT എന്ന സംവിധാനം ഇല്ലാതായതോടുകൂടി, കാരണം ഈ OTT മേഖലയിലുള്ള ആളുകൾക്കും കുറച്ചുകൂടി ബുദ്ധി വന്നു. സിനിമകൾ കണ്ടമാനം വാങ്ങിക്കൂട്ടിയിരുന്ന ആ രീതി അവരങ്ങ് മാറ്റി. ഇപ്പോൾ സിനിമ ഇറങ്ങി അത് കണ്ട് വിലയിരുത്തി പ്രേക്ഷകർ എങ്ങനെയാണ് സിനിമയെ സമീപിക്കുന്നത് എന്നതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ OTTക്കാർ പണം വാങ്ങുന്നത്. അങ്ങനെ നമ്മുടെ മലയാളത്തിലെ പ്രമുഖ നടൻ്റെ അടക്കം നിരവധി സിനിമകൾ OTTക്കാർ എടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഈ മേഖലയിലെ പ്രതിസന്ധി വലിയ തോതിൽ ഉണ്ടാകുന്നത്. അങ്ങനെ നിർമ്മാതാക്കൾക്ക് ഒരു പിടിവള്ളിയായിരുന്ന OTT കൂടി നിർത്തലാക്കിയതോടെ ഈ സിനിമാ ചിലവുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നിർമ്മാതാക്കൾ വീണ്ടും ഉന്നയിച്ചു തുടങ്ങി. തിയേറ്റർ ഉടമകളും എക്സിബിറ്റേഴ്സ് എന്ന് പറയുന്ന തിയേറ്റർ ഉടമകളും ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും ഒടുവിൽ 2024 കണക്കനുസരിച്ച് 1000 കോടിക്കടുത്താണ് സിനിമാ മേഖലയിലെ നഷ്ടം എന്നുള്ളതാണ്. 224 സിനിമകൾ ഇറങ്ങി, അതിൽ 24ഓളം സിനിമകൾ മാത്രമാണ് നിർമ്മാതാവിന് മുടക്ക് മുതൽ തിരിച്ചു കൊടുത്തത് എന്ന് പറയുന്നു. ഗതികെട്ട് നിർമ്മാതാക്കൾ ഇപ്പോൾ അവർ യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നു. അതിലൂടെ ഓരോ മാസവും ഇറങ്ങുന്ന സിനിമകൾ അവയുടെ കളക്ഷൻ അടക്കം പുറത്തുവിടാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി അങ്ങനെ കഴിഞ്ഞ ജനുവരിയിലെ കളക്ഷൻ അവർ പുറത്തുവിടുകയും ചെയ്തു. അത് കണ്ടപ്പോഴാണ് പ്രേക്ഷകരായ നമ്മളൊക്കെ അമ്പരന്നത്. 2, 3, 4, 5 കോടി കൊടുത്തെടുത്ത സിനിമകൾ 5, 6, 8 ലക്ഷം രൂപ മാത്രം കളക്ഷൻ തിയേറ്ററുകൾ ഉണ്ടാക്കി എന്നുള്ള കണക്കൊക്കെ പുറത്തു വന്നപ്പോൾ വല്ലാതെ അമ്പരന്നു. വലിയ സൂപ്പർ താരങ്ങൾ എന്ന് സ്വയം നടിക്കുന്ന പല നടന്മാരുടെയും സിനിമകളുടെ കളക്ഷനൊക്കെ ദുർബലമായിരുന്നു. വലിയ ദയനീയമായിരുന്നു ആ ചിത്രങ്ങളുടെ പ്രകടനം. അതായത് 10-28 സിനിമകൾ ഇറങ്ങിയ ജനുവരിയിൽ 1-2 സിനിമകൾ മാത്രമാണ് ഒരു നിർമ്മാതാവിനെ രക്ഷപ്പെടുത്തിയത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിൻ്റെ ഭാഗമായി ജി സുരേഷ് കുമാർ വിളിച്ചു ചേർത്ത ഒരു വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം താരങ്ങളുടെ പ്രതിഫലത്തിൻ്റെ കാര്യം വീണ്ടും ആവർത്തിച്ചത്. ഒപ്പം 144 കോടിയാണ് എമ്പുരാൻ എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ
പൃഥ്വിരാജിൻ്റെ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ വലിയ ബജറ്റ് അതെങ്ങനെ മുതലാക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് സുരേഷ് കുമാർ പറഞ്ഞതാണ് സിനിമാ മേഖലയിൽ ഒരു തർക്കത്തിന് ഇടയാക്കിയത്. തുടർന്ന് അതിൽ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെച്ചു. യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്ന പല കാര്യങ്ങളും സുരേഷ് കുമാർ പറഞ്ഞു എന്ന കാര്യത്തിൽ സംശയമില്ല. സിനിമാ ഈ മേഖലയിലുള്ളവർ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ താരങ്ങൾ നിർമ്മാതാക്കൾ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ തയ്യാറാകുന്നുണ്ടോ? പണ്ടൊക്കെ പല താരങ്ങളും ആ തരത്തിലുണ്ട്. ഈ കോടികൾ മുടക്കുന്ന സിനിമകളുടെ അവസ്ഥ അതിനുശേഷം ആരെങ്കിലും തിരക്കാറുണ്ടോ? പ്രൊമോഷന് പോലും എത്ര താരങ്ങൾ പലപ്പോഴും വരാറുണ്ട്? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ട് പശ്ചാത്തലമൊക്കെയുണ്ട്. തുടർന്ന് ഈ എമ്പുരാൻ്റെ നിർമ്മാതാവ് കൂടിയായ ഈ 144 കോടി മുടക്കി എന്ന് പറയുന്ന ആൻ്റണി പെരുമ്പാവൂർ ഇതിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്. അത് സുരേഷ് കുമാറിനെതിരെയാണ്. നമുക്കറിയാം സുരേഷ് കുമാറും മോഹൻലാലും ഒക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. മോഹൻലാലിൻ്റെ സിനിമാ രംഗത്തേക്കുള്ള കടന്നുവരവിന് സഹായകരമായ സുരേഷ് കുമാറാണ് എന്നൊക്കെ പല ഇൻ്റർവ്യൂകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രേക്ഷകർ നമ്പരുന്നു. കാരണം ഇത്ര സുഹൃത്തുക്കളായിരിക്കുന്ന ആളുകൾക്കിടയിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം റിഫ്റ്റ് ഉണ്ടാകുന്ന സാഹചര്യം അത് സാമ്പത്തികമായി ബന്ധപ്പെട്ടാണ്, സിനിമാ മേഖലയിലെ പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ്. സുരേഷ് കുമാറിനെ എതിർത്തും ആൻ്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ചും നടന്മാരുടെ ഒരു ഘോഷയാത്രയായിരുന്നു. അതിൽ മോഹൻലാലാണ് ഏറ്റവും ഒടുവിൽ ആൻ്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ചുകൊണ്ട് വന്നത്. ടൊവിനോ തോമസിനെ പോലെയുള്ള നടന്മാർ, അജു വർഗീസിനെ പോലെയുള്ള നടന്മാരൊക്കെ ഈ പറഞ്ഞതുപോലെ ആൻ്റണിയെ പിന്തുണച്ചുകൊണ്ട് വന്നു. ഏറ്റവും ഒടുവിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ അവസാനം ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. പൃഥ്വിരാജും എല്ലാം ഓക്കെ അല്ലേ അണ്ണ എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഈ പൃഥ്വിരാജിൻ്റെ കാര്യം ഇവിടെ പരാമർശിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് നമ്മുടെ SD വേണുകുമാർ, മാതൃഭൂമിയിലെ മാധ്യമപ്രവർത്തകനായിരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. ഞാൻ അദ്ദേഹവുമായി അല്പം മുമ്പ് സംസാരിക്കുകയും ചെയ്തു. കാരണം 1989 പൃഥ്വിരാജിൻ്റെ പിതാവായ സുകുമാരൻ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് സുകുമാരൻ നിർമ്മിച്ച ഇരകൾ എന്ന ചിത്രം അത് ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായ പശ്ചാത്തലമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇരകൾ മികച്ച ചിത്രമായിരുന്നു, പക്ഷേ നിർമ്മാണ ചിലവ് അധികമായതാണ് ഈ സിനിമയുടെ പരാജയത്തിന് കാരണം എന്ന് ആ അഭിമുഖത്തിൽ ശ്രീ SD വേണുകുമാറിനോട് അദ്ദേഹം പറയുകയാണ്. സുകുമാരൻ പറയുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുകയാണ്. അന്നത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന സൂപ്പർ താരങ്ങൾ പ്രതിഫലം നിയന്ത്രിക്കണം എന്ന് സുകുമാരൻ ആവശ്യപ്പെടുകയാണ്. അക്കാലത്ത് സൂപ്പർ താരങ്ങൾ 25 ലക്ഷം രൂപ വരെ, 88-89 കാലഘട്ടമാണെന്ന് ആലോചിക്കണം, അന്ന് സൂപ്പർ താരങ്ങൾ 25 ലക്ഷം രൂപ വരെ പ്രതിഫലം വാങ്ങുന്നുണ്ടെന്നും അത് സിനിമാ വ്യവസായത്തിന് താങ്ങാനാകുന്നില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ വളരെ കൃത്യമായി തന്നെ താരവില നിയന്ത്രിക്കണം എന്നാണ് അതിൻ്റെ കട്ടിങ്ങിലുള്ളത്. ആർട്ടിസ്റ്റുകൾ പ്രതിഫലം നിയന്ത്രിക്കണം, പ്രതിസന്ധി നേരിടുന്ന സിനിമാ വ്യവസായത്തെ നേരിടാൻ മറ്റൊരു ഉപാധിയുമില്ല എന്ന് ആദ്യമായി മലയാള സിനിമയിൽ പറഞ്ഞത് ഈ സാക്ഷാൽ പൃഥ്വിരാജ് സുകുമാരൻ്റെ പിതാവ് സുകുമാരനാണ് എന്നുള്ളത് അത് ചൂണ്ടിക്കാണിക്കാൻ കൂടിയാണ് ഞാനിത് പറയുന്നത്. ടെലിവിഷനുമായി ഉള്ള മത്സരം വന്നപ്പോൾ സിനിമയുടെ സാങ്കേതിക മേന്മ വർദ്ധിപ്പിക്കേണ്ട പശ്ചാത്തലമാണ്. അതിനുള്ള ചിലവ് താങ്ങാനാവാത്ത സാഹചര്യമാണ്. കേരളത്തിൽ നിർമ്മാതാക്കൾ എന്ന് പറയാൻ 10-15 പേർ മാത്രമേ ഉള്ളൂ. 1 ലക്ഷം രൂപയിൽ കൂടുതൽ പ്രതിഫലം കൊടുക്കില്ല ഈ താരങ്ങൾക്ക് എന്നവർ കൂട്ടായി തീരുമാനിച്ചാൽ അഭിനയം ആരെങ്കിലും വേണ്ടെന്ന് വെക്കുമോ എന്നാണ് സുകുമാരൻ ചോദിക്കുന്നത്. അതിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ആന്ധ്രയിൽ സൂപ്പർ സ്റ്റാറിൻ്റെ പ്രതിഫലം 25 ലക്ഷം വരെ ഉയർന്നപ്പോൾ അവിടെ നിർമ്മാതാക്കൾ കൂടി അങ്ങനെ തീരുമാനിച്ചു. ഇവിടെ 4 ലക്ഷം രൂപയിൽ കൂടുതൽ കൊടുക്കില്ല. ഇവിടെ ഇപ്പോൾ 25 ലക്ഷം വാങ്ങുന്ന ആളുകളൊക്കെ വന്നിരിക്കുകയാണ്. അങ്ങനെ ഈ സൂപ്പർ താരങ്ങളുടെ പ്രതിഫലത്തിനെതിരെ ആദ്യമായി മിണ്ടിയ ആൾ, മലയാള സിനിമയിൽ ശബ്ദമുയർത്തിയ ആൾ സുകുമാരനാണ് എന്നുള്ളതാണ്. അതിനെ തുടർന്ന് സുകുമാരന് സിനിമയിൽ നേരിടേണ്ടി വന്ന വിലക്കുകൾ, അപ്രഖ്യാപിത വിലക്കുകൾ, അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ, സിനിമ നഷ്ടപ്പെടുന്ന സാഹചര്യം, ഒരുപക്ഷേ മലയാളത്തിൽ ആദ്യമായി വിലക്കപ്പെടുന്ന ഒരു നടൻ, സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു നടൻ സുകുമാരനായിരിക്കാം. പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന മകൻ ഇതൊക്കെ ഓർക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഇതേ ആവശ്യം തുറന്നു പറഞ്ഞ സുരേഷ് കുമാർ എന്ന നിർമ്മാതാവിനെതിരെ പൃഥ്വിരാജ് അങ്ങനെ പറയാതിരിക്കാൻ സാഹചര്യമില്ല. കാരണം എമ്പുരാൻ പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിലുള്ള സിനിമയാണ്. പൃഥ്വിരാജിനെ വിശ്വസിച്ച് 144 കോടി രൂപ മുടക്കിയ നിർമ്മാതാവാണ്. മോഹൻലാലുമായി ഇനി അധികം ഒരുപാട് പ്രോജക്റ്റുകൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് കാണും. പക്ഷേ അപ്പോഴും നമുക്കറിയാം മലയാള സിനിമയിൽ നേരത്തെ നടിയെ ആക്രമിച്ച വിഷയവുമായൊക്കെ ബന്ധപ്പെട്ട് ശക്തമായ നിലപാടെടുത്ത ഒരു നടൻ കൂടിയാണ് പൃഥ്വിരാജ്. ആ നടിയെ ആക്രമിച്ച വിഷയത്തിൽ പ്രതിയായ നടനെ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നതിൽ പൃഥ്വിരാജിൻ്റെ ഇടപെടൽ ഏറെ നിർണായകമായിരുന്നു. 2018-19 കാലമൊക്കെ പരിശോധിച്ചാൽ അത് മനസ്സിലാകും. അമ്മ എന്ന സംഘടനയുടെ ശുദ്ധീകരണത്തിനായൊക്കെ ശ്രമിക്കുന്ന ഒരാളാണ്. അവിടെയാണ് അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ തൻ്റെ പിതാവിൻ്റെ നിലപാടിനൊപ്പം ഇല്ല എന്നുള്ളതും തൻ്റെ പിതാവ് ചൂണ്ടിക്കാണിച്ച ഇതേ കാര്യം തുറന്നു പറയുമ്പോൾ
അതിന് സുരേഷ് കുമാറിനെതിരെ രംഗത്ത് വരികയും ചെയ്ത പശ്ചാത്തലം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സുരേഷ് കുമാറിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞതുപോലെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പറഞ്ഞ കോടി ക്ലബിലേക്ക് കോടികൾ ഓരോ സിനിമയ്ക്കും ഹിറ്റാകുമ്പോൾ പ്രതിഫലം കോടികളിൽ നിന്ന് മറ്റു കോടികളിലേക്ക് ഉയർത്തുന്ന പ്രധാനപ്പെട്ട നടൻ കൂടിയാണ് പൃഥ്വിരാജ് എന്ന് കൂടി ചേർത്ത് വെക്കണം. അപ്പോൾ ആ കാര്യം ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ് ഈ പ്രധാനമായി ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. കാരണം താരാധിപത്യം വലിയ കാര്യമാണ്, താരങ്ങൾക്ക് മൂല്യമുണ്ട്, താരങ്ങളുടെ സിനിമ കാണാൻ ആളുകളുണ്ട്. പക്ഷേ പാവപ്പെട്ട നിർമ്മാതാക്കൾക്കൊപ്പം നിൽക്കാൻ കൂടി ഇവരൊക്കെ തയ്യാറാകണം, അവരുടെ വേദനകളും അവരുടെ പ്രതിസന്ധികളും മനസ്സിലാക്കണം എന്നുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ്.